എനിക്ക് ചെയ്ത് ഞാൻ വയ്യാതായ ഒരു വീഡിയോ ആണ് ഇത്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു റെയിൻബോ ക്യാൻഡിലാണ്. കാണാൻ നല്ല ലുക്കില്ലേ? പക്ഷെ ഞാനിത് ഉണ്ടാക്കിയതിന്റെ പിന്നിൽ കുറേ സമയത്തെ കഷ്ടപ്പാടാണേ. ആദ്യം ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് പേപ്പർ ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ച് ഇറക്കി തിരിയൊക്കെ വെച്ച് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ഈർക്കിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് കുറച്ച് കിട്ടാൻ വേണ്ടി തന്നെ ഈ ക്യാൻഡിൽ വാങ്ങി അതൊരുക്കിയാണ് വാക്സ് ആക്കിയത്. ആദ്യം തന്നെ വയലറ്റ് ആണല്ലോ കളറ്. വയലറ്റ് ഉരുക്കി ഒഴിച്ചു. അപ്പൊ കുറവെന്ന് തോന്നിയോണ്ട് ഞാൻ കുറച്ചുകൂടെ വയലറ്റ് ഉരുക്കി ഒഴിച്ചു. ആ വയലറ്റ് ഉരുക്കി ഒഴിച്ചതാണ് പണി പാളിയത്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ വയലറ്റ് കഴിഞ്ഞിട്ട് ബ്ലൂ ഒഴിച്ചു. ഇൻഡിഗോ പൊതുവേ ഇല്ലല്ലോ. 6 കളറിലാണല്ലോ നമ്മൾ റെയിൻബോ ഉണ്ടാക്കുക. ബ്ലൂ കഴിഞ്ഞു. അത് ഉണങ്ങിയിട്ട് ഗ്രീൻ ഒഴിച്ചു. ഓരോന്നും ഉണക്കി കഴിഞ്ഞിട്ട് മാത്രമേ അടുത്തത് ഒഴിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷമാണ് ഞാൻ അടുത്തത് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ യെല്ലോ ഒഴിച്ചു. യെല്ലോ കഴിഞ്ഞു ഓറഞ്ച് ഒഴിച്ചു. ഓറഞ്ച് ഒഴിച്ചപ്പോൾ ഇത് ഉണങ്ങാൻ കുറച്ചുകൂടെ സമയം വേണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. കുറച്ചുകൂടെ ടൈം കൊടുത്താണ് അതിനെ ഉണക്കിയെടുത്തത്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ റെഡും ഒഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 2-2.5 മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചു. സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് പേപ്പർ വലിച്ചങ്ങ് കീറി. ഒന്നും പറയണ്ട. വളരെ പ്രതീക്ഷയോടെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എൻ്റെ ക്യാൻഡിൽ ഇതോടുകൂടി തകർന്നതായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെയാണ് തകർന്ന് തരിപ്പണമായതെന്നറിയാമോ? ആദ്യം ഞാൻ വയലറ്റ് ഉരുക്കി ഒഴിച്ചപ്പോൾ ആ ഗ്ലാസിന്റെ പുറകിൽ കുറച്ച് വെള്ളം ഇരുന്നു. ഞാൻ ഡബിൾ ബോയിൽ ചെയ്താണ് ഒഴിച്ചേ. അങ്ങനെ ഞാൻ ഡബിൾ ബോയിൽ ചെയ്ത് ഒഴിച്ചോണ്ട് തന്നെ അതിന്റെ അടിയിലെ സാധനം ഇതിലോട്ട് വീണു. കുറച്ച് വെള്ളം വീണു. ആ വെള്ളം കാരണം എൻ്റെ ക്യാൻഡിലിന്റെ വയലറ്റ് കളറ് എങ്ങോട്ടോ പോയി. പക്ഷെ കത്തിച്ചപ്പോൾ സക്സസ് ഒക്കെ ആവുന്നുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഇത് 40 രൂപയുടെ ക്യാൻഡിലാണ്. 2 സെറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ 2 സെറ്റ് ആയില്ല. ഒരു സെറ്റ് മാത്രമാണ് ഞാൻ മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വീണ്ടും ഡബിൾ സൈഡ് പേപ്പറൊക്കെ വെച്ചു. ഈർക്കിൽ ഒരെണ്ണേ വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉരുക്കി ഒഴിച്ചു. ഇപ്രാവശ്യം ഞാൻ കുറച്ച് അധികം ഉരുക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം അതിൻ്റെ അകത്തോട്ട് വീഴാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റായതിനു ശേഷം ഞാൻ വീണ്ടും അതിനെ വലിച്ചൂരി. കോൺഫിഡൻസ് ലെവൽ വെരി ഹൈ ആയതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെ ഈ സമയത്തെ ചിന്ത എന്ന് പറയുന്നത് നല്ല ടോളായിട്ട് നല്ല അടിപൊളി ക്യാൻഡിൽ ഇപ്പം എനിക്ക് സെറ്റായി കിട്ടുമെന്നായിരുന്നു. ഞാനങ്ങനെ ഓരോ കളറായിട്ട് കാണുമ്പോഴും എൻ്റെ മനസ്സിലൊരു ഹാർട്ടിക്കടിച്ച സന്തോഷമായിരുന്നു. നല്ല രസമില്ലേ കാണാൻ? ഇത് ഞാൻ വലിച്ചിളക്കി. വീണ്ടും എൻ്റെ മനസ്സ് ബി ലൈക്ക്. ഇതുകൊണ്ടൊന്നും എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത അറ്റംപ്റ്റിനായിട്ട് ഞാൻ ഒരുങ്ങി. അടുത്ത അറ്റംപ്റ്റിനായിട്ട് ഇനി എനിക്ക് മെഴുകുതിരി കളയാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉള്ള മെഴുകുതിരിനെ കുത്തിപ്പൊളിച്ചെടുത്ത് അടുത്ത പരിപാടിക്ക് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത പരിപാടി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാലോചിച്ചു ഡബിൾ സൈഡ് ടേപ്പ് വേണ്ട. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഡബിൾ സൈഡ് ടേപ്പും മെഴുകുതിരിയും കൂടെ ഒരുമിച്ച് ഉരുകി പിടിച്ചിട്ടായിരുന്നു സംഭവം പാളിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പാളണം എന്നൊരു ഉദ്ദേശമില്ലാതെയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പക്ഷെ ഞാൻ 7 കളറും എനിക്ക് വേണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 7 കളറ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം ക്യാൻഡിൽ സെറ്റാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ മൂട്ടി നടക്കാൻ തുടങ്ങി. ഒന്നിപ്പഴിച്ചാൽ മൂന്നെന്നല്ലേ. ഇപ്രാവശ്യം എങ്ങനെയൊക്കെയോ സെറ്റായി വന്നു. അങ്ങനെ 3ാമത്തെ അറ്റംപ്റ്റിൽ എൻ്റെ ക്യാൻഡിൽ മേക്കിംഗ് ഞാൻ നിർത്തിയിരിക്കുകയാണ്. കാര്യം 3ാമത്തെ അറ്റംപ്റ്റിൽ എൻ്റെ ക്യാൻഡിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ തരണേ. അപ്പോൾ ഇന്നത്തേക്ക് ബൈ. അടുത്ത പരിപാടിയായിട്ട് പിന്നെ കാണാം.